തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യമാണല്ലോ വായിച്ചത്. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. അപ്പൊ ഇന്ന് രാത്രിയിലെ ഓർപ്പിച്ചല്ലോ നമ്മുടെ വിഷയം, ദൈവമക്കൾ അറിവില്ലാത്തവരായിരിക്കരുത്. അപ്പൊ അതിന് മറുവശം, ദൈവമക്കൾ അറിവുള്ളവരായിരിക്കണം. എന്തിനെ പറ്റിയൊക്കെയാണ് നമുക്ക് അറിവുണ്ടാകേണ്ടത്? ഇന്ന് രാത്രി എടുത്ത വാക്യത്തോട് ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങൾ ഓർപ്പിക്കാം. എൻ്റെ ഒരഭിപ്രായം, പല കാര്യങ്ങളെ പറ്റിയും നമ്മൾ ആത്മീക വിഷയത്തോടുള്ള ബന്ധത്തിൽ അറിവുള്ളവരായിരിക്കണം. ഞാനും നിങ്ങളും പലപ്പോഴും ഈ ആത്മീക വിഷയങ്ങളെ പറ്റി അറിയാൻ വലിയ താല്പര്യമൊന്നും ഇല്ല. എന്നാൽ മറ്റു കാര്യങ്ങളെല്ലാം അറിയാൻ വളരെ ജിജ്ഞാസയാണ്. നിങ്ങളുടെ ആ നോട്ടോ ഇരിപ്പം കാണുമ്പോൾ അറിയാം. എത്ര ഉറക്കം തൂങ്ങിയിരിക്കുന്ന ആളിനോടും വേറൊരു വിഷയം പറഞ്ഞ് പെട്ടെന്ന് ഉറക്കം മാറും. നമ്മൾ പെന്തിക്കോസുകാരായോണ്ട് ആ രീതി പറയാം. യോഗത്തിനൊക്കെ വന്ന് ഉറങ്ങുന്ന ഉപദേശിമാരുണ്ട്. നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത് ചെന്നിച്ച് പറഞ്ഞാൽ മതി, IPC-യിൽ കഴിഞ്ഞ ആഴ്ച അടിയായിരുന്നു. ഉണ്ടോ? എന്തൊരു അസംബ്ലി സപ്പോർട്ടിലെ കസേരയ്ക്ക് അടിയാണ്. പുള്ളിയുടെ ഉറക്കവും പോയി, പ്രയാസവും പോയി. എന്തൊരു താല്പര്യം അതറിയാൻ. യോഗത്തിന് വന്ന് എല്ലാ യോഗത്തിനും വന്ന് ഉറങ്ങുന്ന അമ്മയുണ്ട്. അമ്മ ഉറങ്ങാൻ തന്നെ ഇഞ്ഞ് വരിക. ആ അമ്മ അതിൽ ഉറങ്ങിക്കൊണ്ടിരിക്കാൻ നമ്മൾ പറഞ്ഞ്, മരുമകളുടെ 1-2 കാര്യം പറയാം, തള്ളയുടെ ഉറക്കമല്ല. അന്നേരം പമ്പ കിടക്കും. അല്ല, പെട്ടെന്ന് കുടഞ്ഞെഴുന്നേറ്റ് പറഞ്ഞാട്ടെ, ഞാൻ ചില കാര്യങ്ങൾ ഞാനിവിടെ അങ്ങോട്ട് പറയാമെന്ന് പറയും. അപ്പം നമുക്ക് ആവശ്യമില്ലാത്തതെല്ലാം അറിയാനും അത് അറിയിപ്പിക്കാനും അതറിഞ്ഞിരിക്കാനും വളരെ തൃഷ്ണയാണ്. എന്നാൽ അറിയേണ്ട കാര്യങ്ങളെ പറ്റി അറിയുവാൻ പലർക്കും താല്പര്യവും ഇല്ല. ഇവിടെ പൗലോസ് പറയുകയാണ്, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്, അതറിയണം. നമുക്കറിയാം, പൗലോസ് തെസ്സലോനിക്കർക്ക് 2 ലേഖനം എഴുതി, 1-ഉം 2-ഉം ലേഖനം. പൗലോസിന്റെ ലേഖനങ്ങളെ തരംതിരിച്ച് പഠിക്കുമ്പോൾ ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്കും അറിയാം, ഈ തെസ്സലോനിക്ക ലേഖനം 1-ഉം 2-ഉം അന്ത്യകാല ശാസ്ത്ര സംബന്ധമായ ലേഖനമാണ്. അന്ത്യകാല ശാസ്ത്രം എന്തുവാ? ഈ അന്ത്യകാല ശാസ്ത്രം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവും അനന്തര സംഭവങ്ങളും. യേശു ക്രിസ്തു വീണ്ടും വരും, അതാ നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും. വരുമോ? വരും. എന്തിനാ? പുള്ളി പോയിട്ട് കുറച്ച് നാളായല്ലോ ഒന്ന് വരുന്നത്. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് അങ്ങനെ ഒത്തിരി നാളായി പുള്ളി പോയിട്ടൊന്ന് ഇടയ്ക്കൊന്ന് വരുന്നത് നല്ലതാ. എന്തിനാണ് യേശു വരുന്നത്? നീ ഉറക്കെ പറഞ്ഞാണ്. മിടുക്കൻ, അവന് ബോധമുണ്ട്. ഇനി വന്ന് എത്രയില്ല പഠിക്കുന്നത്? 5-ല്. പേരെന്തോ? ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അവിടെ പോയിരുന്നു. അവൻ ചടയെന്ന് മറുപടി പറഞ്ഞു, നമ്മളെ ചേർക്കാനാന്ന്. മണ്ണിൽ മൗനമുറങ്ങും തൻ്റെ വിശുദ്ധർ എല്ലാ നിമിഷവും മണ്ണിൽ മൗനമുറങ്ങും തൻ്റെ വിശുദ്ധർ എല്ലാ നിമിഷം കാകള ധ്വനിയിങ്കൽ കാകള ധ്വനിയിങ്കൽ കാകള ധ്വനിയിങ്കൽ കാകള ധ്വനിയിങ്കൽ ചടിചട ഉയർത്തിടും തിരുമുഖം കാണാൻ ചടിചട ഉയർത്തിടും തിരുമുഖം കാണാൻ. അപ്പൊ ശ്രദ്ധിക്കുക,
യേശു ക്രിസ്തു വീണ്ടും വരും. അതാണ് നമ്മുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ് ഈ രോഗവും ക്ലേശവും നിന്നയും ആക്ഷേപവും അവമാനവും, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തിയും ഈ ഉപദ്രവങ്ങളും പട്ടിണിയും നഗ്നതയും കഷ്ടതയും ആപത്തും, പൗലോസിന്റെ ഭാഷ പറഞ്ഞ വാളും അനർത്ഥവും ദോഷമൊക്കെ നിരന്തരം മർദ്ദിച്ചു വന്നിട്ട് എൻ്റെ ഭാഷയെ പറഞ്ഞ നല്ല പയറ് പോലെ ഇവിടെ നിന്ന് സ്തോത്രം പറയുന്നതിന്റെ മർമ്മം എന്തെന്ന് ചോദിച്ചാൽ യേശു വീണ്ടും വരും. സങ്കീർത്തനക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ദുഃഖവും ദുരിതവും കഷ്ടത ഇത് വേഗം തീരും, നമ്മൾ ഇവിടുന്ന് പറന്നു പോകും. ഹല്ലേലൂയ. അതാണ് നമ്മുടെ പ്രത്യാശ. ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് നടക്കുന്ന കേസല്ല ചുമ്മാ. അല്ലെ, പൗലോസും പറഞ്ഞല്ലേ വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ എന്ന്. ഈ ചിലരെ സഭയിൽ വരുന്നത് വിശ്വാസവും പ്രത്യാശയും ഉണ്ടായിട്ടില്ല. ഒരു കല്യാണം നടക്കണം, ആരെങ്കിലും ചാകുകയെന്ന് അടക്കണം, 2 പാനും മേടിച്ചിട്ട് കൊടുത്തതാ, ഇനി വേറൊരു സഭയിൽ ചെന്നാൽ എടുക്കത്തുമില്ല, എന്നാൽ പിന്നെ മരണം വരെ ഇവിടെ തന്നെ. എല്ലാവരുടെയും കാര്യമല്ല. എന്നാൽ നല്ല പ്രത്യാശയോടെ ജീവിക്കുന്ന ദൈവമക്കളുണ്ട്. അവർക്കറിയാം യേശു വീണ്ടും വരും. ദൈവത്തിന്റെ മഹത്വം, അതാണ് നമ്മുടെ പ്രത്യാശ. അപ്പൊ ശ്രദ്ധിക്കുക, തെസ്സലോനിക്കർക്ക് 2 ലേഖനം പൗലോസ് എഴുതി. ആ 2 ലേഖനങ്ങളും അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനങ്ങളാണ്. ഞാൻ എപ്പോഴും പറയും 2 ലേഖനത്തിലും 2 പ്രത്യക്ഷത. 1-ാം ലേഖനത്തിലെ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, 2-ാം ലേഖനം എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അതാണ് 2 ലേഖനത്തിലെയും വിഷയം. അധികം വായിപ്പിക്കുന്നില്ല. 1-ാം ലേഖനത്തിൽ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് ഓരോ അധ്യായത്തിലും പൗലോസ് തെളിയിച്ചിട്ടുണ്ട്. 1-ാം അധ്യായത്തിന്റെ 9, 10 വാക്യത്തിലും, 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിലും, 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലും, 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെയുള്ള തിരുവെഴുത്തുകളിലും, 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിലും യേശു പ്രത്യക്ഷപ്പെടും, യേശു വീണ്ടും വരുമെന്ന് അരക്കിട്ട് അങ്ങോട്ട് ഉറപ്പിച്ചു. നമുക്കറിയാം പൗലോസിന്റെ ഈ തെസ്സലോനിക്ക സഭ ഉടലെടുക്കുന്നത് 2-ാമത്തെ മിഷണറി യാത്രയിൽ സഭ ആരംഭിച്ചു. അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം 17-ാം അധ്യായം പഠിക്കുമ്പോൾ തെസ്സലോനിക്ക സഭയുടെ ആരംഭത്തെ പറ്റി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യങ്ങൾ പഠിക്കുമ്പോൾ ഈ തെസ്സലോനിക്ക സഭ എങ്ങനെ രൂപപ്പെട്ടുവെന്ന് എഴുതിയിട്ടുണ്ട്. വായിക്കാം. 17-ാം അധ്യായത്തിന്റെ 1, 2, 3. അവർ അംഫിപോലിസിലും അപ്പലോനിയയിലും കൂടി കടന്ന് തെസ്സലോനിക്കയിലെത്തി. അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബ്ദത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു, സംസാരിച്ചു. ആമേൻ. 3 ശബ്ദത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവിടെ സംസാരിച്ചു. ദൈവദാസന്മാർ സംസാരിക്കുമ്പോൾ തിരുവെഴുത്തുകളെ ആധാരമാക്കി വേണം സംസാരിക്കാൻ. അപ്പച്ചൻ പണ്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞെന്ന് പറയരുത്. അപ്പച്ചൻ പറഞ്ഞ നല്ല കാര്യമൊക്കെ പറയാം, പക്ഷേ അടിസ്ഥാനം തിരുവചനമാണ്. സ്തോത്രം. അപ്പച്ചൻ പറഞ്ഞ എല്ലാം ഒന്നും നമുക്ക് അംഗീകരിക്കാൻ ഒക്കത്തില്ല. ചില ആൾക്കാർ പറയാനുണ്ട് പിതാക്കന്മാരുടെ കാലം, അതെല്ലാം ഒന്നും അംഗീകരിക്കാൻ ഒക്കുകയല്ല. പിതാക്കന്മാർ വേറെ ദോഷം ഒപ്പിച്ചു പോയവരുണ്ട്. പിതാക്കന്മാരെല്ലാം നല്ലതായിരുന്നു, ഇത്രയും സഭ ഉണ്ടാകുകയില്ലായിരുന്നല്ലോ. മിണ്ടുന്നില്ലാരും. എന്തും വീണ്ടും സഭയാ. ഉപദേശം ഐക്യമുള്ള സഭ തന്നെ എത്ര എണ്ണമാണ്. ഇതെല്ലാം കൂടെ നല്ലതായിരുന്നെങ്കിൽ. അപ്പം അതൊന്നും നമ്മളിപ്പോൾ പറയണ്ട, നമ്മൾ നമ്മുടെ വിഷയത്തിൽ നിൽക്കാം. നല്ല കാര്യങ്ങൾ അനുകരിക്കുകയും അതിനെ പിന്തുടരുകയും ചെയ്യുക, അത്രോ ഇപ്പോൾ പറയുന്നു. അപ്പൊ ഇവിടെ തിരുവെഴുത്തുകളെ ആധാരമാക്കി 3 ശബ്ദത്തിൽ അവരോട് സംസാരിച്ചു. വായിച്ചാട്ടെ. 3 ശബ്ദത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടതെന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തു എന്നും തെളിയിച്ചു. നിങ്ങളെ ഞാൻ അകത്ത് ഇരുത്തിയതല്ലേ, നിങ്ങൾ അടുത്തിരുന്ന ശല്യമാണെന്നറിയാം. വർത്താനം പറയുമോ? നീ ഇങ്ങോട്ട് ഓടിരിക്കും.
മോനോട് അങ്ങനെ ഇരുന്നാൽ മതി. എമ്മാര് പ്രശ്നമാണ്, വന്നപ്പം മുതലേ എമ്മാര് പ്രശ്നമാണ്. ശ്രദ്ധിച്ചിരിക്കണം. എവൻ മറുപടി പറഞ്ഞ പോലെ നീയും പറയണം കേട്ടോ. ശ്രദ്ധിച്ചിരുന്നു. ഇടയ്ക്ക് ഞാൻ ചോദ്യം ചോദിക്കും ഞാൻ ഇടയ്ക്ക്. അപ്പൊ ശ്രദ്ധിക്കുക, തിരുവെഴുത്തുകളെ ആധാരമാക്കി 3 ശബത്തിൽ അവരോട് തിരുവചനം സംസാരിച്ചു. അടുത്ത വാക്യം. ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും യേശു ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടതെന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തു എന്നും തെളിയിച്ച് വിവരിച്ചു കൊണ്ടിരുന്നു. അടുത്തത്, അവരിൽ ചില ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും അവരിൽ ചിലരും, അങ്ങനല്ലേ, ചിലരും അങ്ങനെ വായിക്കാം, അവരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും, അവരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകളും അനേകരും വിശ്വസിച്ചു. ഇങ്ങനെയാണ് തെസലോനിക്കയിൽ സഭ ഉടലെടുക്കുന്നത്. അവരിൽ ചിലര് എന്ന് പറഞ്ഞ യഹൂദന്മാര് കുറച്ചു പേര്, യവനന്മാരിൽ ഒരു വലിയ കൂട്ടം, ഭക്തിയുള്ള മാന്യ സ്ത്രീകൾ, ഇവരെല്ലാം കൂടെ ചേർന്നാണ് തെസലോനിക്കയിൽ സഭ രൂപപ്പെടുന്നത്. തെസലോനിക്ക സഭയെ പറ്റി പഠിക്കുമ്പോൾ ഈ സഭ വളരെ തീഷ്ണതയുള്ള സഭയായിരുന്നു. എല്ലാ വാക്യങ്ങളും എടുപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് പലർക്കും അറിയാം. ഇവരെ പറ്റി പൗലോസ് ഒരു പദം പറഞ്ഞു, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമായിരുന്നു. തെസലോനിക്കരുടെ വിശ്വാസം 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 1-ാം അധ്യായത്തിന്റെ തെസലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, 1-8. അങ്ങനെ നിങ്ങൾ മക്കദോനിയിലും അഖായിലും വിശ്വസിക്കുന്ന എല്ലാവർക്കും മാതൃകയായി നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചത് മക്കദോനിയയിലും അഖായിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമാണ്. അപ്പൊ തെസലോനിക്കരുടെ 1-ാമത്തെ ക്വാളിറ്റി, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമായിരുന്നു. ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമാണ്. റോമാക്കാരുടെ വിശ്വാസം അങ്ങനെ വിശ്വപ്രസിദ്ധമാണ്. എൻ്റെ അഭിപ്രായം, നല്ല കാര്യം അനുകരിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആരംഭകാലത്ത് പെന്തിക്കോസുകാരുടെ വിശ്വാസമൊക്കെ വിശ്വപ്രസിദ്ധമാണ്. മരുന്നെടുക്കുകയല്ലായിരുന്നു മിക്കവരും. സ്തോത്രം. ചിലത് കേട്ടിട്ടുണ്ട്, ചിലത് അറിയാം. പേപ്പട്ടി കടിച്ചിട്ട് പോലും മരുന്നെടുക്കാത്തവരുണ്ടായിരുന്നു. കടിച്ച പട്ടി എത്തു, കടി കൊണ്ട അച്ചായൻ പിന്നെയും ജീവിച്ച് ഇരുന്ന് പേയ് വിളകിയില്ല. പാമ്പ് കടിച്ചവരുണ്ട്, പ്രാർത്ഥിച്ചവർക്ക് ദൈവം സൗഖ്യം കൊടുത്തു. കടിച്ച പാമ്പ് എത്തു. സ്തോത്രം. അങ്ങനെ എത്ര മാറാരോഗങ്ങളും തീരാവ്യാധികളും അനേക വ്യാധികൾ വന്നു. മരുന്നെടുക്കാൻ പ്രാർത്ഥിച്ച് വിടുതലെടുത്തതാ. ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. നിങ്ങളിൽ ചിലപ്പോൾ അനുഭവസ്ഥർ കാണും. പണ്ടൊക്കെ പഴയ അപ്പച്ചന്മാര് ഈ സഭകളിലൊക്കെ മരുന്നെടുക്കുന്നവർക്ക് കർത്തൃമേശ കൊടുക്കുകയില്ലായിരുന്നു. ഇവർ കൊടുക്കത്തുമില്ല, അവർ കയറി എടുക്കുകയില്ല. ഇന്ന് കൊടുക്കാതിരുന്ന അപ്പച്ചൻ തന്നെ ആശുപത്രിയിൽ നിന്ന് വന്നാ കർത്തൃമേശ നടത്തുന്നത്. പിന്നെ കുറ്റമല്ലി പറഞ്ഞത്, ഒത്തിരി വ്യത്യാസമാണ്. അപ്പോൾ ആരംഭകാലത്ത് ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമാണ്. പണ്ട് ഒരു വീട്ടിലൊരു രോഗിയുണ്ടെന്ന് സഭയിൽ അറിവ് കിട്ടിയാൽ അന്നേരം സഭയായിട്ട് പോയി പോരാടി പ്രാർത്ഥിക്കുക. ഇന്ന് ഒരു രോഗിയാണെന്ന് ഓർത്താൽ പാസ്റ്റർ അന്ന് ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയാം. പാസ്റ്റർ പറയും, പെട്ടെന്ന് ഇവിടെ മെഡിക്കൽ കോളേജിലാണോ പോകുന്നത്, മുത്തൂറ്റാണോ അതോ വാളകത്ത് മേഴ്സി ഹോസ്പിറ്റലിലാണോ? ഒരു കാര്യം ചെയ്യും, ആദ്യം വാളകത്തോട്ട് കൊണ്ടുപോകുക, അത് കഴിഞ്ഞ് നമുക്ക് മിണ്ടുന്നില്ല. പണ്ടങ്ങനല്ല, രോഗിയാണ് അന്നേരം ചെല്ലുക. പഴയ ആൾക്കാരൊക്കെ സൈക്കിൾ ചവിട്ടി ചെല്ലും, ചിലർ രാത്രി ചൂട്ടുകറ്റൊക്കെ ആയിട്ടാണ് ചെല്ലുന്നത്. രോഗികളെ അവിടെ നിന്ന് പോരാടി പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ച് വിടുതലെടുക്കുക.
പണ്ടത്തെ പെന്തിക്കോസ് ചിലതൊക്കെ ഈ പഴയ ആൾക്കാർ പറഞ്ഞുള്ള അറിവും കൂടാ. ആശുപത്രിക്കാര് ഉപേക്ഷിക്കുന്ന കേസ് പെന്തിക്കോസുകളിൽ കൊണ്ടുവരും, പ്രാർത്ഥിച്ച് വിടുതലെടുക്കും. ആരാധനയിൽ വിടുതല. മെഡിക്കൽ കോളേജ് നമ്മൾ പറയാം, മെഡിക്കൽ കോളേജിൽ നിന്ന് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ ആൾ തീരാൻ പോവാ, ഒരു ചെറിയ അനക്കമുള്ളൂ. പെന്തിക്കോസ് കോളിൽ കൊണ്ടുവന്നിട്ടു, ദൈവമക്കളെല്ലാം കൂടെ ചേർന്ന് വട്ടം വരുന്ന പോരാടി പ്രാർത്ഥിച്ചു. ആമൻ, ആളിന് സൗഖ്യം കിട്ടി, ചാടി എഴുന്നേറ്റു. അതാ പെന്തിക്കോസ്. ഇന്നോ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയുന്നത്. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങളെല്ലാം മഹാഭാവികളും ഒരു പരമവിശുദ്ധം വന്ന് ചാടിയേക്കുന്നു. അങ്ങനെ ചിന്തിക്കണ്ട. പണ്ടൊക്കെ ആശുപത്രിക്കാര് തള്ളുന്ന കേസ് പെന്തിക്കോസ് ആരാധനയിൽ വന്ന വിടുതല. ഇന്ന് നേരെ തിരിഞ്ഞ് ഇന്ന് വിശ്വാസികളാണെങ്കിലും ചില ശുശ്രൂഷകരാണെങ്കിലും പറയുന്ന ഞാനും കേട്ടിട്ടുണ്ട്, പാസ്റ്റർ ഞാൻ ഇടയ്ക്കങ്ങ് പോകും. അതിന് ഇടയ്ക്ക് എപ്പോൾ പോകും? ആരാധന കഴിഞ്ഞേ പോവുള്ളൂ. ആദ്യം ഒരു 2 പാട്ടും നമ്മുടെ ഭാഷ പറഞ്ഞ ഒരു മൂപ്പൊക്കെ ഉണ്ടല്ലോ, ഒരു 2 പാട്ടും പിന്നെ അത് പാടി ഒരു മൂപ്പൊക്കെ ഉണ്ട്, തമ്പേറുമൊക്കെ അടിച്ച് അതൊരു 11 കാലൊക്കെ ആകുമ്പോൾ മിക്കടുത്ത് തീരും. അതാ പറഞ്ഞത്, ആരാധന കഴിഞ്ഞ് ഞാൻ പോകും. എവിടെ പോവാ? ഹോസ്പിറ്റലിൽ പോവുക. പണ്ടത്തെ പെന്തിക്കോസ് ആശുപത്രിക്കാരെ തള്ളുന്ന കേസ് ആരാധനയ്ക്ക് വരിക. ഇന്ന് ആരാധന കഴിഞ്ഞേച്ച് ആശുപത്രിയിലോട്ട് പോവുക. ഒത്തിരി വ്യത്യാസം അത്. നിങ്ങളുടെ മുഖത്ത് വല്ലായ്മ തോന്നുന്നു, അതുകൊണ്ട് ആ ഭാഗം എടുക്കുന്നില്ല, വിട്ടേക്കാം. അന്ത്യകാലം വന്നെടുത്തു, പെന്തക്കോസ്തീൻ വേലയാണ്. അന്ത്യകാലം വന്നെടുത്തു, പെന്തക്കോസ്തീൻ വേലയാണ്. ചന്തമോടെ സേവ ചെയ്താൽ സ്വന്തം നാട്ടിൽ പോയിടാമേ. ചന്തമോടെ വേല ചെയ്താൽ സ്വന്തം നാട്ടിൽ പോയിടാമേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്തിടാ. ഓ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്തിടാ. അപ്പൊ ശ്രദ്ധിക്കുക, ആരംഭകാലത്ത് തെസ്സലോനിക്കയിലെ വിശ്വാസികളുടെ വിശേഷത ഒന്ന്, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമാണ്. 2, ഇവരെല്ലാവർക്കും മാതൃകാ വിശ്വാസികളായിരുന്നു. അതാണ് 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. വായിച്ചാട്ടെ. നിങ്ങളെ സഹോദരിമാരും എടുത്തവർ ചടയെന്ന് വായിച്ചു. അങ്ങനെ നിങ്ങൾ മക്കദോനിയിലും അഖായിലുമുള്ള വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി. അങ്ങനെ നിങ്ങൾ അഖായിലും മക്കദോനിയിലും വിശ്വസിക്കുന്നവർക്കെല്ലാം മാതൃക. അപ്പൊ 1, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം. 2, ഇവരെല്ലാവർക്കും മാതൃകാ വിശ്വാസികൾ. 3, ഇവരുടെ വിശ്വാസം, ഇവരുടെ വിശേഷത, ഇവര് വേർപാട് പാലിച്ചവരാ. 9-10 വാക്യം വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 9-10 വാക്യം. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു വന്ന് ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിന് വിടുവിക്കുന്നതിനുമാകുന്ന യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് നിങ്ങൾ കാത്തിരിക്കുകയും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ ആചരിച്ച് ആരാധിച്ച് അനുഷ്ഠിച്ച് പിന്തുടർന്ന് സേവിച്ച് ഭജിച്ചതിനെയെല്ലാം യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ മുൻപത്തതെല്ലാം വിട്ടു. അത് വേർപാടിനെ കാണിക്കുന്നതാണ്. അല്ലാതെ തള്ള പോകുന്നത് പോലെ അല്ല പോകുന്നത്. ഏത്? യാക്കോബിന്റെ ഭാര്യ ആരാ? റൈച്ചലാൻഡി. അവിടുന്ന് പോകുന്നപ്പോൾ ഇല്ല ഒട്ടോകോപ്പിനകത്ത് അതുകൂടെ അങ്ങനൊന്നുമല്ല, വിട്ടു. പല കാര്യങ്ങളും ആമൻ വേർപാട് പാലിക്കുന്നില്ല, വിടുന്നില്ലല്ലോ. ആട്ടെ, നിങ്ങളുടെ മുഖത്ത് പിന്നെ മ്ലാനത വർദ്ധിക്കുന്നു. അതുകൊണ്ട് അതും പറയുന്നില്ല. 1, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം. 2, ഇവരെല്ലാവർക്കും മാതൃകാ വിശ്വാസികൾ.
3 ഇവര് നല്ലതുപോലെ വേർപാട് പാലിച്ചു. അങ്ങനെയുള്ള ഒരു അനുഭവമായിരുന്നു ആരംഭ സമയത്ത്. എന്നാൽ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നതായിട്ട് കാണുന്നു. 3-ാം അധ്യായത്തിന്റെ 10 പൗലോസ് പറയുന്നുണ്ട് വിശ്വാസവും പ്രത്യാശയ്ക്കൊക്കെ കുറവ് സംഭവിച്ചെന്ന. ആ 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിച്ചേ. ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനുമായി. അപ്പൊ ആ വാക്യത്തിന്റെ അർത്ഥം ഇപ്പൊ തെസലോനിക്കയിലെ വിശ്വാസികൾ വിശ്വാസത്തിൽ കുറവുണ്ട്. ആരംഭ സമയത്ത് വിശ്വാസം വിശ്വപ്രസിദ്ധമാണ്. കുറെ നാൾ കഴിഞ്ഞപ്പം പഴയ വിശ്വാസം ഒന്നും സ്തോത്രം. അപ്പൊ ആരംഭ സമയത്ത് വിശ്വപ്രസിദ്ധമായ വിശ്വാസം. ഇപ്പൊ കുറെ നാൾ കഴിഞ്ഞപ്പോൾ വിശ്വാസം എല്ലാം കുറഞ്ഞു. പിന്നെ പാട്ടൊക്കെ പാടി നിൽക്കുന്നതേ ഉള്ളു വിശ്വാസത്തെ പറ്റി. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോക്കൊക്കെ കണ്ട സിയോൻ നഗരിലോട്ടാന്ന് നമുക്ക് തോന്നുകയില്ല. പോക്ക് കണ്ടാലേ നേരെ സ്ഥലത്തോട്ട് പോകുന്നത് പോലെ അങ്ങനെയൊക്കെ ഇപ്പൊ നിൽക്കുന്നതേ ഉള്ളു. എന്തായാലും ഒന്ന്, ഇവരുടെ വിശ്വാസത്തിനെല്ലാം കുറവ് സംഭവിച്ചു. 2, പ്രത്യാശയ്ക്കും ഭംഗം വരിക. അതുകൊണ്ടാണ് 4-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞത്, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശ ഇല്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടവന്. എല്ലാ ഭാഗങ്ങളും എടുക്കുന്നില്ല. ആമേൻ. നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. ഒരു വ്യക്തി യേശു ക്രിസ്തുവിൽ നിദ്ര പ്രാപിക്കുന്നെങ്കിൽ ആ വ്യക്തിയെ പറ്റി ദൈവമക്കൾ നല്ല അറിവുള്ളവരായിരിക്കണം. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് ആമൻ ആത്മസ്നാനം പ്രാപിച്ച് വേർപാട് പാലിച്ച് അവരാൽ ആവും വിധം വിശുദ്ധ ജീവിതം നയിക്കുന്ന വിശുദ്ധന്മാർ കർത്താവിൽ നിദ്ര പ്രാപിക്കുമ്പോൾ അവരെ പറ്റി അറിവില്ലാതിരിക്കരുത്. പ്രത്യാശയില്ലാത്തവരായി ദൈവമക്കൾ ഇരിക്കരുത്. അവരെ പറ്റി അറിവുണ്ടായിരിക്കണം. എല്ലാ ഭാഗങ്ങളും വിവരിക്കുന്നില്ല. 3 ഘടകങ്ങളാണല്ലോ മനുഷ്യൻ: ദേഹം, ദേഹി, ആത്മാവ്. എന്നാൽ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ഒരുവൻ ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചു കഴിയുമ്പോൾ അവൻ എന്നേക്കും നശിച്ചു പോകുകയല്ല. ഇനി കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ, യേശു ക്രിസ്തു വീണ്ടും വരുമ്പോൾ കാഹളം മുഴക്കുമ്പോൾ, കർത്താവിന്റെ ഗംഭീര നേരത്തിങ്കൽ അവൻ മൺമറഞ്ഞിരിക്കുന്ന കോടി കോടി വിശുദ്ധന്മാർ ഉയർത്തു വരും. ഈ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ മരണ വീടുകളിലൊക്കെ പറയാറുണ്ട്, ഈ മരിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും ചെയ്യിപ്പിച്ചോ ആർക്കും ആരെയും സ്വർഗത്ത് വിടാൻ ഒക്കത്തില്ല. ഈ അടക്കം എങ്ങനാന്നുള്ളതല്ല, അച്ഛൻ പണ്ട് പറഞ്ഞ പോലെ നിന്റെ ഒടുക്കം എങ്ങനാന്നുള്ളതാ. പിച്ചും പെയ്യും പറഞ്ഞാന്നോ ചത്തത്? ആവശ്യമില്ലാത്തതെല്ലാം വിളിച്ചു കൂവിയാന്നോ? മുമ്പേ ഒരു മരണത്തെ പറ്റി പറഞ്ഞില്ല, 10:00 കൃത്യം പറഞ്ഞു. കൃത്യം 10:00 അങ്ങനെ വേണം. അല്ല പോകാമെന്ന് പറഞ്ഞിട്ട് സമയമായിട്ട് പോകാതെ വരുമ്പോൾ പിന്നെ എന്തെങ്കിലും നാശം ഒപ്പിച്ചേച്ച് അങ്ങനെയൊന്നും അല്ല. 10:00 പറയുമ്പോൾ കൃത്യം 10:00 പോയി. അതാ ഇത് 10:00 പറഞ്ഞേച്ച് 12:30 ആയാലും പോകുകയല്ല. അങ്ങനെയൊന്നും അല്ല. നല്ല പ്രത്യാശയാണ്. വിശുദ്ധന്മാരുടെ മരണം അത് അവർക്ക് പ്രത്യാശയാണ്. ഏത് വിധത്തിൽ മരിക്കുന്നു, എങ്ങനെ മരിക്കുന്നു എന്നുള്ളതല്ല, പ്രത്യാശയോടാണോ നീ പോകുന്നത്. പണ്ടൊരു ദൈവദാസൻ മുമ്പേ പറഞ്ഞതുപോലെ മരണക്കിടക്കെ കിടന്നപ്പോൾ അടുത്ത് നിന്ന ജോർജ് കുട്ടി പാസ്റ്ററോടാണ് പറഞ്ഞത്. നമ്മുടെ ചർച്ചക്കോട്ടിലുള്ളൊരു പാസ്റ്റർ ജോർജ് കുട്ടി, ഞാൻ സ്വർഗം കാണുന്നെന്ന്. മുഖമൊക്കെ അങ്ങ് തെളിഞ്ഞു. എന്നിട്ട് പുള്ളി പറഞ്ഞ ഭാഷയാ, ഞാൻ തങ്കയ്യാച്ചനെ കാണുന്നെന്ന്. ദൂതന്മാര് വരുന്നത് ഞാൻ കാണുന്നത്, പോകാൻ പോവാണ്. നല്ല പ്രത്യാശയോടാണ്, നല്ല അന്ത്യമാണ്. സ്തോത്രം. അനേക ഭക്തന്മാർ വണ്ടമേട് യാക്കോച്ചാനെ പറ്റി ജോർജ് കുട്ടി പാസ്റ്ററൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. വണ്ടമേട് യാക്കോച്ചനെ പറ്റി കേട്ടിരിക്കുന്നത്, മരിക്കുന്നതിന് മുന്നേ രാവിലെ പറഞ്ഞു ഞാനിന്ന് വീട്ടിൽ പോവാന്ന്. ആ നല്ല പ്രായത്തിലും തോട്ടിലിറങ്ങി മുങ്ങിക്കുളിച്ച് തേച്ച് വെച്ച ജിബ്ബായും മുണ്ടുമെല്ലാം ധരിച്ച് കട്ടിലേ വന്നിരുന്ന് പിള്ളേരെയെല്ലാം വിളിച്ചു കൂട്ടി പാട്ട് പാടി പ്രാർത്ഥിച്ച് കട്ടിലയിലോട്ട് കയറി കിടന്നു. സ്തോത്രം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം പറഞ്ഞോ, ഞാൻ അടുത്തില്ല, അവർ പറഞ്ഞുള്ള അറിവാ, തന്നെ
കണ്ണങ്ങ് തിരുമ്മി അടച്ചു, കയ്യെന്ന് പുറത്ത്. അത്ര ഒന്നും ഒത്തില്ലെങ്കിലും കുറെയെങ്കിലും നല്ല അന്ത്യം. ഞങ്ങൾക്കൊരമ്മയുണ്ടായിരുന്നു. അമ്മയെ മാസയോഗത്തിന് ക്ഷീണമായി. അപ്പോൾ പിള്ളേർ പറഞ്ഞു അമ്മ ഇന്ന് മാസയോഗത്തിന് വരണ്ടെന്ന്. അപ്പോൾ കൊണ്ടുപോകുകയല്ലെന്ന് അമ്മയ്ക്ക് ഉറപ്പായി. അവർ ബസ്സിന് പോയി. അവർ ബസ്സിന് മാസയോഗത്തിന് ചെന്നിറങ്ങിയപ്പോൾ അമ്മ അവിടെ ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കുന്ന മുഴങ്കാല്. അമ്മ അവിടെ നിന്ന് ഓട്ടോ പിടിച്ചു പോയി. അവർ ബസ് സ്റ്റോപ്പിൽ ചെന്ന് ബസ്സുമൊക്കെ വന്ന് പയ്യപ്പോൾ അമ്മയുടെ കാശുണ്ടായിരുന്നു. അമ്മ ഓട്ടോ പിടിച്ച് നേരെ ചെന്ന്. നടന്ന സംഭവം കൂടെ പറയാം. അമ്മ ഈ ഫ്രണ്ട് നിരയിലായിരിക്കുന്നത്. ചട്ടയും മുണ്ടുമൊക്കെ കൊടുത്ത അമ്മയാണ്. വർഷങ്ങൾക്ക് മുമ്പാണ്. എല്ലാവരും ആത്മാവ് നിറഞ്ഞ് പാട്ട് പാടി ആത്മാവ് നിറഞ്ഞ് അമ്മ അന്യഭാഷ പറഞ്ഞ് പതുക്കെ പുറകോട്ട് ചെരിഞ്ഞ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. അത് പിന്നത്തേതിൽ പറഞ്ഞു, വീട്ടിൽ തന്നെ കിടക്കുകയായിരുന്നെങ്കിൽ ആരും ഒരു വെള്ളം കൊടുക്കാൻ പോലും കാണുകയില്ല. ഇതാ നല്ല പ്രാർത്ഥനാന്തരീക്ഷത്തിലാണ് കടന്നുപോയത്. അങ്ങനെയൊക്കെ എത്രയോ സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് ദൈവമക്കൾ എന്നും പ്രാർത്ഥിക്കണം, കർത്താവേ അവിടുത്തെ വരവാണെങ്കിൽ ഞാൻ കൈവിടപ്പെട്ടു പോകരുത്. അതല്ല, അവിടുത്തെ വരവിന് മുമ്പ് ഞാൻ ചേർക്കപ്പെടുകയാണെങ്കിൽ ദൈവമേ നല്ലൊരു അന്ത്യം തരണമെന്ന് എന്നും പ്രാർത്ഥിച്ചോണം. വിസയൊക്കെ അടിക്കുന്ന പിന്നെ പ്രാർത്ഥിക്കാം. ഷാജ് അടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വിസ അടിച്ചില്ലെന്നേ ഉള്ളൂ, ഇതിനെ ഷാജ് കയറി അടിക്കരുത്. അപ്പം അതുകൊണ്ട് ദൈവമക്കൾ നല്ല അന്ത്യത്തിന് പ്രാർത്ഥിക്കണം. പിന്നെ ഇന്ന വിധത്തിലേ മരിക്കാവൂ എന്ന് ആർക്കും പറയാനൊക്കത്തില്ല. അതൊക്കെ ദൈവത്തിൻ്റെ നിർണയങ്ങളാണ്. ചിലർ അപകടത്തിൽപ്പെട്ട് കടന്നു പോയവരുണ്ട്. നമ്മളാരെയും വിധിക്കരുത്. കോവിഡ് വന്ന് അനേക പ്രിയപ്പെട്ടവർ കടന്നുപോയി. നമ്മളാരെയും വിധിക്കരുത്. പുസ്തകത്തിൽ അങ്ങനെ ആ സമയത്തിന് മുന്നേ കയറി വിധിക്കരുത്. ആക്സിഡന്റിൽ കടന്നു പോയവരുണ്ട്, കയറി നമ്മൾ വിധിക്കരുത്. പണ്ടൊരു പ്രഗത്ഭനായ ആളുണ്ടായിരുന്നു. ആക്സിഡന്റ് ഉണ്ടാക്കുന്നത് ശാപമാണെന്നും പറഞ്ഞ് നല്ല പൊരിപ്പം പ്രസംഗം. അവസാനം പുള്ളി ആക്സിഡന്റില്ല, പേര് ഞാൻ പറയുന്നില്ല. ഞങ്ങൾ ബൈബിൾ സ്കൂളിൽ പഠിച്ചപ്പോൾ അവിടെ വന്ന് പ്രസംഗിച്ചതാ. പുള്ളി അനേക സ്റ്റേജുകളിലും പ്രസംഗിച്ചു. ആക്സിഡന്റ് മരിക്കുന്നത് ശാപമാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ വളരെ ഭയത്തോടാണ് ഇത് പറയുന്നത്. അദ്ദേഹം ആക്സിഡന്റിലാണ് കടന്നു പോയത്. അതുകൊണ്ട് നമ്മൾ ആരെയും വിധിക്കണ്ട. നമ്മൾ ചെയ്യേണ്ടത് എന്നും പ്രാർത്ഥിക്കണം. കർത്താവേ അവിടുത്തെ വരവാണെങ്കിൽ ഞാൻ കൈവിടപ്പെട്ടു പോകരുത്. അല്ല, അവിടുത്തെ വരവിന് മുമ്പ് ഞാൻ ചേർക്കപ്പെടുന്നത് തിരികിതമാണെങ്കിൽ ദൈവമേ നല്ല അന്ത്യം തരണം. സ്തോത്രം. നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ വീടോടടുത്തു. നാളിതുവരെ നീ ഓടി അധ്വാനിച്ചതും നഷ്ടമായി പോയിടല്ലേ വീടോടടുത്തു. നിത്യ വീട്ടിലെത്താൻ ഇനി അല്പദൂരം മാത്രമേയുള്ളൂ. നിത്യ വീട്ടിലെത്താൻ ഇനി അല്പദൂരം മാത്രമേയുള്ളൂ. ആ സമയം പാഴാക്കാതെ യാത്ര തുടരാ. ആ സമയം പാഴാക്കാതെ യാത്ര തുടരാ. ഓ ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധേ. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകില്ലെന്നരുളിയ കരുണാനിധേ. എൻ കാരം പിടിച്ചനുദിനം മരുഭൂവിൽ നടത്താമെന്നുരച്ചവൻ ഒരു നാളും മറക്കുകയില്ല. എൻ കാരം പിടിച്ചനുദിനം മരുഭൂവിൽ നടത്താമെന്നുരച്ചവൻ ഒരു നാളും മറക്കുകയില്ല. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. അവൻ നല്ല അന്ത്യം കർത്താവിൽ നിദ്ര പ്രാപിക്കുക. അപ്പോൾ
അങ്ങനെയുള്ളവരെ പറ്റി അറിവില്ലാതിരിക്കരുത്. ഒറ്റ വാക്ക് പറഞ്ഞ ഭാഗം വിടാ, കാഹളം ധ്വനിക്കും. ആമൻ. കർത്താവിന്റെ കാഹള ശബ്ദം കേൾക്കും. ക്രിസ്തുവിൽ മരിച്ച ആമൻ വിശുദ്ധന്മാർ ഉയർത്തു വരും. അതാ നമ്മുടെ പ്രത്യാശ. നമ്മെ വിട്ട് വാങ്ങിപ്പോയിരിക്കുന്ന മാതാവോ പിതാവോ സഹോദരങ്ങളോ വേണ്ടപ്പെട്ടവരോ കർത്തദാസന്മാരോ സ്നേഹിതരോ കർത്താവിൽ നിദ്ര പ്രാപിച്ചവെങ്കിൽ ദൈവമക്കൾ നിരാശപ്പെട്ടു പോകരുത്. ആമൻ. ജാതികളെ പോലെ ദുഃഖിക്കരുത്, പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കരുത്. നമ്മുടെ ദുഃഖം പ്രത്യാശയുള്ള ദുഃഖമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ മരണ വീടുകളിലൊക്കെ ചിലരെ കരയുമ്പം ഞാൻ വിലക്കാറില്ല. പ്രത്യാശയില്ലാത്തവരെ പോലെ കരയരുത്. യേശു കല്ലറയ്ക്ക് വന്ന് കരഞ്ഞല്ലോ. തനിക്ക് പ്രിയനായവൻ കടന്നു പോകും. നമുക്ക് പ്രിയപ്പെട്ടവരെ കടന്നു പോകുമ്പോൾ കരയണം. ചെല്ലു കരയാതിരിക്കും. അവരെ സൂക്ഷിച്ചോണം. സ്വന്തം ഭാര്യ മരിച്ചാൽ പോലും ഒരു തുള്ളി കണ്ണീര്. പണ്ടൊരാൾ പറഞ്ഞ പോയത് പോട്ടെ പോരടി പാപ്പി എന്ന് പറഞ്ഞ പോലെ ഭർത്താവ് മരിച്ചാലും കരയാത്തവർ. അവർക്ക് പല വിഷയങ്ങളാണ്. ഒന്നെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണില്ല, അതുപോലെ കടുപ്പക്കാരാ. കരയണം. യേശു കണ്ണീർ വാർത്തില്ലയോ? പിന്നെ കരച്ചിലിനും പ്രമാണമുണ്ട്. പ്രത്യാശ ഇല്ലാത്തവരെ പോലെ ദുഃഖിക്കരുത്. പണ്ടൊരടക്കത്തിന് ഭാര്യ കരയ്യ, ഭർത്താവ് യൗവനത്തിലാണ് കടന്നു പോയത്. അവർ വളരെ ഭാരമായി കുടുംബജീവിതം നയിച്ച് വളരെ ചെറുപ്പത്തിൽ അദ്ദേഹം കടന്നുപോയി. അവിടുന്ന് ഉപദേശി പറഞ്ഞു, സൂസമ്മ കരയുണ്ടെന്ന്. ഞാൻ പറഞ്ഞാൽ ഇങ്ങേരങ്ങ് കര. അവർ കരയണ്ടേ? പുള്ളി പറയാം കരയരുതെന്ന്. ഇവിടെ അവരുടെ ഭർത്താവ് ചെറുപ്പത്തിൽ കടന്നുപോയി, അവർക്ക് ദുഃഖം ഉണ്ടാകില്ലേ? അവർ കരയും. കരച്ചിലിനും വ്യവസ്ഥയുണ്ട്. പ്രത്യാശ ഇല്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത്. നമുക്ക് ദുഃഖമുണ്ട്. അപ്പോൾ ഇങ്ങനെ കടന്നു പോകുന്ന വിശുദ്ധന്മാരെ പറ്റി അറിവില്ലാത്തവരായിരിക്കരുത്. നിങ്ങൾ അറിയണം. അപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തോണം. മരിച്ചു കഴിഞ്ഞ് കടന്നു പോയി കഴിഞ്ഞ് എന്തെങ്കിലും ചെയ്ത് ആൾക്കാരെ ഇന്ന സ്ഥലത്തോട്ട് വിടാന്ന് അബദ്ധം ഒന്നും കയറി ചിന്തിക്കരുത്. 10 തിരി കത്തിച്ച് അല്ലെ ഇന്ന സാധനം എല്ലാം കൊണ്ട് കൊടുത്ത് ആട്ടിയോ പുകച്ചോ ഊതിയോ ഉന്തിയോ ആർക്കും ആരെയെങ്ങും വിടാനൊക്കത്തില്ല. സ്തോത്രം. ഞാൻ മരണവീടുകളിലൊക്കെ അവസരം കിട്ടുകയാണെ പറയും, അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ ഒരു പൂ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അവരത് അയ്യോ എൻ്റെ മോൻ തന്ന പൂവാണ്, റോസാപ്പൂ അല്ലെ എന്തെങ്കിലും പൂവാട്ടോ, മണക്കുകയും ചെയ്യും. അത് കൈ വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അതിൻ്റെ ഓരോ എതള് പൊഴിയുവോളം കൈ വെക്കും. ഇത് അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ കാണാനും പോകുകയല്ല, വെള്ളവും കൊടുക്കുകയല്ല, കയറുകയല്ല. എന്നിട്ട് അപ്പനും അമ്മയും വടിക്കമ്പ് പോലെ കിടക്കുമ്പം മുഴുത്തൊരു ബൊക്ക, ഒരെണ്ണം നെഞ്ചത്ത്, ഒരെണ്ണം ആ മുട്ടിൻ്റെ അവിടെ, ഒന്ന് കാലിൻ്റെ അവിടെ, പിന്നെ പെട്ടിയുടെ സൈഡ് മുഴുവൻ ബൊക്ക, പിന്നെ കയറി വരുന്നിടത്ത് ആർച്ച് മോഡൽ. എന്തിനാടാ ഈ നാശമെല്ലാം ഒപ്പിച്ച് വെക്കുന്നത്? ജീവിച്ചിരുന്നപ്പോൾ ഒരു പൂ കൊണ്ട് കൊടുക്കായിരുന്നേ അവർ കുറച്ച് നാളൂടെ ജീവിച്ചേന് ഇല്ലേ? നിങ്ങൾ സത്യം പറ. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ ഒരു തോർത്തോ ഒരു മുണ്ടോ കൊണ്ട് കൊടുത്താൽ ഉടുക്കുകയോ തോർത്താന്നെ കുളിച്ച് തോർത്തുകയോ അമ്മമാരാന്നെ മാറത്ത് ഇടുകയോ ഒക്കെ ചെയ്യും. മരിച്ച് തണുത്ത് വിറങ്ങലിച്ച് കിടക്കുമ്പം പുതിയ വസ്ത്രം കൊണ്ടിട്ടിട്ട് യാതൊരു പ്രയോജനമില്ലെന്നാണ് എൻ്റെ വാദം. യോഗ്യമായിട്ട് അടക്കണം എന്നല്ല ഞാനീ പറഞ്ഞത്, അടക്കരുതെന്നല്ല ഈ പറഞ്ഞത്. ജീവിച്ചിരിക്കുമ്പോൾ ഇത് ചെയ്യണം. അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ നാഴി അരി കൊണ്ട് കൊടുത്താൽ അത് കഞ്ഞി വെച്ചവർ കുടിക്കും, മുളകുടച്ചതാന്നേലും. ചത്ത് കഴിയുമ്പോൾ താഴോട്ടിട്ട് ആവശ്യമില്ലാത്തതെല്ലാം കൂടെ വാരി അങ്ങോട്ട് എന്തിനാ ഇടുന്നത്? അപ്പം ദൈവമക്കൾ ഒരു കാര്യം ഓർക്കണം, കർത്താവിൽ നിദ്ര പ്രാപിച്ചവരെ കുറിച്ച് അറിവില്ലാത്തവരായിരിക്കരുത്. സ്തോത്രം. പൗലോസ്ലീഹ ലേഖനത്തിൽ പറഞ്ഞല്ലോ, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നുള്ള വചനം നിവൃത്തിയാകും. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു മുഖാന്തിരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാര്, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവീൻ.
പൗലോസ് ചോദിക്കുക, ഈ അറിവില്ലാത്തവരോട് ചോദിക്കുക, പക്ഷെ ഒരുവൻ മരിച്ചവൻ എങ്ങനെ വരുമെന്ന്, ഏതുവിധ ശരീരത്തോടെ വരുമെന്ന് ചോദിക്കുന്നു. മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ലായെങ്കിൽ തനിയായിരിക്കുന്നു. നീ വിതയ്ക്കുന്നത് ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ മണികളത്രേ. ദൈവമോ ഓരോന്നിന് അതതിന്റെ ശരീരം കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. പക്ഷികളുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ, മൃഗങ്ങളുടെ മാംസം വേറെ. ഭൗമ ശരീരങ്ങളുമുണ്ട്, സ്വർഗീയ ശരീരങ്ങളുമുണ്ട്. ഈ ഭൗമ ശരീരത്തിന്റെ തേജസ് വേറെ, സ്വർഗീയ ശരീരത്തിന്റെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രവും തേജസ് കൊണ്ട് ഭേദമുണ്ട്. അടുത്ത പദം, മരിച്ചവരുടെ പുനരുത്ഥാനവും അതുകൊണ്ടും തന്നെ. ദൈവമക്കളിൽ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ ആമേൻ, വിശ്വസ്തരായി വിശുദ്ധരായി കർത്താവിന്റെ വചനപ്രകാരം ജീവിക്കുന്ന വിശുദ്ധന്മാർ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ കർത്താവിൻ നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാർ ഉയർത്തു വരും. എല്ലാവർക്കും ഒരേ തേജസ്സല്ല, എല്ലാവർക്കും ഒരേ തേജസ്സല്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇത്ര ഭാഗ്യമൻ ജീവിതത്തിലേകിയ പ്രാണപ്രിയനൻ പ്രമോദമേ. ഇത്ര ഭാഗ്യം ജീവിതത്തിലേകിയ പ്രാണപ്രിയനൻ പ്രമോദമേ. അവനൻ പ്രത്യാശയൊക്കെ ഉണ്ടെങ്കിലും പാട്ട് തെറ്റിക്കണ്ട. ഹല്ലേലൂയ, ചുടക്കൂടി സ്തോത്രം. ഹല്ലേലൂയ. ഏതായാലും നിർത്താൻ പോവാ, എന്നാ പിന്നെ സ്തോത്രം. ഹല്ലേലൂയ മതി. നമുക്ക് അടുത്ത യോഗത്തിന് കുറച്ചുകൂടെ. ഇത്ര ഭാഗ്യം ജീവിതത്തിലേകിയ പ്രാണപ്രിയനൻ പ്രമോദമേ. അവനെന്റെ ഉപനിധി കാത്തിടും വാനം. അവനൻ ഹല്ലേലൂയ. ഇന്നിപ്പോ ഇങ്ങനെ പോട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, കർത്താവിൽ നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാർ ഉയർത്തു വരുമ്പോൾ എല്ലാവർക്കും ഒരേ തേജസ് അല്ല, തേജസ്സിന് വ്യത്യാസമുണ്ട്. സ്തോത്രം. അതാ പൗലോസ് പറയാ, നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ. മരിച്ചവരുടെ പുനരുത്ഥാനവും അവണ്ണം തന്നെ. നിങ്ങൾ എന്നെ ഇട്ട് കിളി കളിപ്പിക്കുക. സ്തോത്രം. അപ്പോൾ നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടെന്ന്. അപ്പോൾ ഉയർത്തു വരുന്ന വിശുദ്ധന്മാർക്ക് എല്ലാവർക്കും ഒരേ തേജസ് അല്ല, തേജസ്സിന് വ്യത്യാസമുണ്ട്. ഈ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിലാവുള്ള സമയത്ത് രാത്രി വെളിയിലോട്ടിറങ്ങി മേളിലോട്ട് നോക്കിയാൽ നക്ഷത്രങ്ങളെല്ലാം ഒരേ വെട്ടമല്ല, ഒരേ വെട്ടമല്ല. ചില നക്ഷത്രം നല്ലതുപോലെ ശോഭിച്ച് നിൽക്കുന്ന കാണാം, ചില നക്ഷത്രം അത്രയും ശോഭയില്ല. ചില നക്ഷത്രം നമ്മൾ സൂക്ഷിച്ച് നോക്കിയാലേ കാണുള്ളൂ. ചിലത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒന്ന് മിന്നുന്ന കാണാം, പിന്നെ കാണുകയല്ല. ചിലത് കാണുന്നേ ഇല്ല. ഇതുപോലായിരിക്കും നിദ്ര കൊണ്ട വിശുദ്ധന്മാർ ഉയർത്തു വരുമ്പോൾ.
സ്തോത്രം. ഈ കാര്യം നിങ്ങൾ അറിവില്ലാത്തവരായിട്ടിരിക്കരുത്. നിങ്ങൾ ഈ കാര്യത്തെപ്പറ്റി നല്ലതുപോലെ അറിയണം. നമുക്ക് ജോർജ് കുട്ടിച്ചാൻ പറഞ്ഞതുപോലെ ഇനി പിന്നീടൊരു യോഗം കുറച്ചുകൂടെ വിപുലമായിട്ട് നടത്തുന്നുണ്ട്. ദൈവം അനുവദിക്കുകയാണെങ്കിൽ അന്നേരം നമുക്ക് കുറച്ചുകൂടെ വിവരിച്ച് പോകാം. ഇന്നിപ്പം ഇങ്ങനെ അങ്ങ് പോട്ടെ. പണ്ടൊരാൾ പറഞ്ഞതുപോലെ ചിങ്ങം വരെ പോട്ടെന്ന് പറഞ്ഞ പോലെ ഇന്നിങ്ങനെ പോട്ടെ. ഒന്ന്, കർത്താവിൽ നിദ്ര പ്രാപിച്ചവരെ കുറിച്ച് അറിവില്ലാത്തവരായിട്ട് ഇരിക്കരുത്. ഇനി രണ്ട്, നിങ്ങൾ വായിച്ചേ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ചടികടാന്ന് വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. രണ്ടാമത് അറിവില്ലാതിരിക്കരുത്. ആത്മീക വരങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കും. ഒന്ന്, കർത്താവിൽ നിദ്ര പ്രാപിക്കുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. രണ്ട്, ആത്മീക വരങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. നിന്ന് പറയേണ്ട ഭാഗങ്ങൾ ഒത്തിരി ഉണ്ട്. ചില ആൾക്കാർ പറയുന്നത് ചില വരവെല്ലാം നിന്ന് പോയെന്ന. ചില വരവല്ല നിന്ന് പോയി. ഇപ്പം അത് അവർക്ക് കുറച്ച് പേർക്ക് നിന്നെന്നല്ലാതെ വേദപുസ്തക പ്രകാരം നിന്നിട്ടില്ല. അവർക്ക് കുറച്ച് പേർക്ക് ഇല്ല. നമ്മളിപ്പോൾ തർക്കിക്കാനൊന്നും പോകണ്ട. അല്ല, വരങ്ങളെല്ലാം നിന്നെങ്കിൽ ആ താഴോട്ടുള്ള അധ്യായം താഴോട്ടുള്ള വാക്യം പഠിക്കുമ്പോൾ ഒരുവന് ജ്ഞാനത്തിൻ്റെ വചനം, ഒരുത്തന് പരിജ്ഞാനത്തിൻ്റെ വചനം, ഒരുത്തന് വീര്യപ്രവൃത്തി, ഒരുത്തന് രോഗശാന്തി, വേറൊരുത്തന് അന്യഭാഷ, ഒരുത്തന് വിവിധ ഭാഷ, പിന്നെ ഭാഷകളുടെ വ്യാഖ്യാനം. അത് ഭാഷകളുടെ വ്യാഖ്യാനവും അന്യഭാഷയെല്ലാം നിന്ന് പോയി. അങ്ങനെയാണെങ്കിൽ വചനവും നിന്ന് പോകണമല്ലോ. നിൽക്കുകയെന്നല്ല, 1-2 കാര്യങ്ങൾ നിന്ന് ബാക്കിയല്ല. നിങ്ങളിതിനെപ്പറ്റി അറിവില്ലാത്തവരായിരിക്കരുത്. വരങ്ങൾ ഇതുവരെ നിന്നിട്ടില്ല. ഇന്നും കൃപാവര ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. അന്യഭാഷ നിന്നു പോയിട്ടില്ല. നിങ്ങളത് അറിയാതിരിക്കരുത്. വെളിപ്പാട് ഇന്ന് നിന്ന് പോയിട്ടില്ല. പ്രവചന ശുശ്രൂഷ ഇന്ന് നിന്നിട്ടില്ല. വീര്യപ്രവൃത്തി ഇന്ന് നിന്നിട്ടില്ല. ഒരു വരങ്ങളും ഇന്ന് വരെ നിന്ന് പോയിട്ടില്ല. നമുക്കില്ലെന്നോർത്ത് നിന്നെന്ന് പറയരുത്. നമ്മുടെ സ്വഭാവവും രീതിയും പ്രവൃത്തിയും ചെയ്വനെയൊക്കെ കൊണ്ട് ഈ വരവൊന്നും ഇപ്പം നമ്മളിൽ വ്യാപരിക്കുന്നില്ല. പക്ഷെ വരം നിന്നിട്ടില്ല. കൃപാവരം ഇന്നുമുണ്ട്. കൃപാവര ശുശ്രൂഷ ചെയ്യുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അത്ഭുതങ്ങളാലും അടയാളങ്ങളുമല്ല കർത്താവ് വചനത്തെ ഉറപ്പിക്കുന്നത്. ആമേ രോഗശാന്തി ഇന്നുമുണ്ട്. ആമേ പ്രവചന ശുശ്രൂഷ ഇന്നുമുണ്ട്. വീര്യപ്രവൃത്തി ഇന്നുമുണ്ട്. ആമേ ദൈവം ഇതുവരെയും അത് നിർത്തിയിട്ടില്ല. ഇന്നും കൃപാവര ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. ഈ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ അറിവില്ലാത്തവരായി ഇരിക്കരുത്. ഒരു വാക്യോടെ വായിച്ചങ്ങ് നിർത്താം. ഇന്നിപ്പോൾ അതേ ഒക്കുള്ളൂ. മൈക്കിനും ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നീട് നമുക്ക് ഒന്നിച്ചു കൂടി ദൈവവചനം ധ്യാനിക്കാം. ഒരു വാക്യം കൂടെ വായിച്ചങ്ങ് നിർത്തിയേക്കാം. ദൈവത്തിന് മഹത്വം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 10-ാം അധ്യായത്തിന് 4-5 വാക്യം വായിച്ചേ. 5-ാം വാക്യം വായിച്ചു. 5-ാം വാക്യമാണോ? എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. നിങ്ങൾ അറിയാതിരിക്കരുത്. ഒന്ന്, നിദ്ര പ്രാപിച്ചവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. രണ്ട്, കൃപാവരങ്ങളെ പറ്റി അറിവില്ലാതിരിക്കരുത്. ഇവിടെ 3-ാമത് വായിക്കുകയാണ്, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന കാര്യം നിങ്ങൾ നിങ്ങൾ ഇത് അറിയണം. ആരെ തള്ളിയിട്ടെന്നാ? ഇസ്രായേൽ മക്കളെ. ആര് തള്ളിയിട്ടെന്നാ? ഷാജൊന്നും തള്ളിയിട്ടതല്ല, ദൈവം തള്ളിയിട്ടതാ. നമ്മൾ ഓർക്കും എന്തുവാന്ന് 2 പേരുടെ പറഞ്ഞേ. ഇനിയിപ്പം വേണ്ട, എല്ലാം സ്തോത്രം, ഇത് മതി. അപ്പൊ ശ്രദ്ധിക്കുക, ഇസ്രായേൽ മക്കളുടെ ചരിത്രമാണ് പൗലോസ് ഇവിടെ പറയുന്നത്. കാരണം 10-ാം അധ്യായത്തിന്റെ 1 മുതൽ സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിൻ കീഴിലായിരുന്നു. മേഘത്തും സമുദ്ര സ്നാനമേറ്റ് മോശയോട്
ചേർന്നു. എല്ലാവരും വരെ ആത്മീയ ആഹാരം നിന്നു, ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച് ആത്മീയ പാറയുന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവാകുന്നു. എന്നിട്ട് 5-ാം വാക്യം, മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന കാര്യം നിങ്ങൾ അറിയാതിരിക്കുക. ഒറ്റ വാക്ക് പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ച് തിരുമേശയെടുത്ത ആൾക്കാരെ തെള്ളി കിട്ടുന്നു. ഈ കാര്യം നിങ്ങൾ അറിയാതെ ഇരിക്കരുത്. ഇത് ഷാജ് കൊണ്ട് തെള്ളിയിട്ടതല്ല, ദൈവം തന്നെ തെള്ളിയിട്ടതാ. സ്തോത്രം. എന്താ ഇവരെ തെള്ളിയിടാനുള്ള കാര്യം? ഇവർ രക്ഷിക്കപ്പെട്ടവരാ. ഇന്നലെ ഓർപ്പിച്ചല്ലോ, കുഞ്ഞാടിനെ ചേർത്ത് ചോരത്തളി ആചരിച്ചു രക്ഷ. ഇവര് സ്നാനപ്പെട്ടതാ, ചെങ്കടൽ കടന്നതാ, ആത്മീയ പാനീയം കുടിച്ചതാ, പാറയിൽ നിന്നൊഴുകിയ വെള്ളം. ഇവര് മന്ന ഭുജിച്ചതാ, ഇന്നലെ കേട്ടല്ലോ. പക്ഷേ ഇങ്ങനെ അനുഭവത്തിൽ വന്ന ഇവരെ തെള്ളികിട്ടു. ആ കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത്. തെള്ളിയിടാൻ ഒത്തിരി കാര്യമാണ്, വ്യാഖ്യാനിക്കുന്നില്ല. 1-2 കാര്യം പറഞ്ഞങ്ങ് നിർത്താൻ നേരം സമയമാകും. ഇവരെ തെള്ളിയിടാൻ കാര്യം, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ആത്മസ്നാനം പ്രാപിച്ചു, തിരുമേശ എടുത്തു. കാര്യമൊക്കെ നല്ലതാ, ശരിയാ. പക്ഷേ ഇവരെ തെള്ളിയിട്ടു. ഈ കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത്. തെള്ളിയിടാനുള്ള കാരണം അവിടെ തന്നെ ചില കാര്യം കൊടുത്തിട്ടുണ്ടോ. ഒന്ന്, ദുർമോഹം, കണ്ടമാനം ദുർമോഹം, ആവശ്യമില്ലാത്തതിനെ പറ്റി എല്ലാം മോഹം. മോഹം ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ജഡത്തിന്റെ ചിന്ത മരണമാ. ആവശ്യമില്ലാത്തതൊന്നും ദൈവമക്കൾ മോഹിക്കരുത്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം മുടുത്തിട്ട് മരണത്തെ, സ്തോത്രം. ചേടുത്തി അനിയത്തിയാ, ഇവർ രണ്ടും ജ്യേഷ്ഠത്തി അനിയത്തിയാ. ഇതിനെല്ലാം ജയിച്ചോണം. ആവശ്യമില്ലാത്ത മോഹങ്ങൾ പാടില്ല. ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് ആവശ്യമില്ലാത്ത മോഹങ്ങൾക്ക് വേണ്ടി യാചിക്കരുതെന്ന്. സ്തോത്രം. ഈ ഷഡ്വൈരിയുടെ വിളയാട്ടം ഉണ്ടെന്ന പറയുന്നത് ശരീരത്തിലെ ഷഡ്വൈരി. തത്ര കാമക്രോധം മോഹ ലോകാദികൾ. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. ഇതിനെ ഷഡ്വൈരിയുടെ വിളയാട്ടമെന്നാ. ഇതിനെ ജയിക്കണം. അതെങ്ങനെ ജയിക്കുമെന്ന് ചോദിച്ചാൽ, സ്വയശക്തി കൊണ്ടൊക്കത്തില്ല, ആത്മശക്തി കൊണ്ടേ ഒക്കൂ. അതിനെ ആത്മശക്തി പ്രാപിക്കാൻ പറയാന്നേ. പണ്ടൊക്കെ അങ്ങനെ രക്ഷിക്കപ്പെട്ടതാണോ, സ്നാനപ്പെട്ടതാണോ, അഭിഷേകം പ്രാപിച്ചാന്നൊക്കെ ചോദിക്കും. ഇപ്പൊ പിന്നെ അങ്ങനത്തെ ചോദ്യമില്ല. ഏത് സഭയിലാ? ഒരാളെ കാണുമ്പോഴേ ഏത് സഭയിലാ? പണ്ട് അങ്ങനെ കേൾക്കുന്നത്, രക്ഷിക്കപ്പെട്ടതാണോ? ചിലരോട് ചോദിക്കണ്ടേ, മോന്ത കാണുമ്പോൾ അറിയാൻ രക്ഷിക്കപ്പെട്ടതാണ്. ആ സന്തോഷവും ഇരിപ്പും ഒക്കെ കാണുമ്പം. സ്നാനപ്പെട്ടതാണോ? അയ്യോ, പിന്നെ കല്ലടയാറ്റി കൊണ്ടാ മുക്കിയത്. ഈ സഭയെ വന്നു കഴിഞ്ഞാൽ അഭിഷേകം പ്രാപിച്ചതാണോ എന്ന് ചോദിക്കണ്ട. ആ ഇരിപ്പും കയ്യടിയും പാട്ടും ഒക്കെ കാണുമ്പോൾ അറിയാം. ഇപ്പൊ അതൊന്നും അറിയാത്ത കൊണ്ടായി പിന്നെയും ചോദിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള ദുർമോഹങ്ങൾ, ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, ഇതിനെ ജയിക്കണം. അത് ജയിക്കണമെങ്കിൽ സ്വയശക്തി കൊണ്ടൊക്കത്തില്ല, ആത്മശക്തി കൊണ്ടേ ഒക്കൂ. ഈ ആൾക്കാർക്ക് എത്ര കിട്ടിയിട്ട് മതി വരുന്നില്ല. വിഷയഭോഗങ്ങളാലില്ലോ ഒരു തൃപ്തി. എത്ര കിട്ടിയിട്ടും മതി വരുന്നില്ല. ആൾക്കാരുടെ പ്രകൃതി അങ്ങനെ. എത്ര കിട്ടിയിട്ടും. പണ്ട് പ്രാർത്ഥന, കർത്താവ് 2 മുറി ഉണ്ടായിരുന്നേ വളരെ നല്ലതായിരുന്നു, പ്രാർത്ഥിച്ചു. 2 മുറി കൊടുത്തപ്പോൾ പിന്നെ കർത്താവ് പുറകോട്ടൊരു ചായ്പൂടെ പണിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, അതിന് പ്രാർത്ഥിച്ചു. ചായ്പ് ഉണ്ട്, നമ്മൾ കർത്താവ് ചായ്പിന് 2 മുറിയുണ്ട്, ഫ്രണ്ടിലൊരു ഹാള് പണിയായിരുന്നേ പ്രാർത്ഥനയ്ക്ക്. ഞാൻ കുറ്റമായിട്ടല്ലേ പറഞ്ഞത്, അതും പ്രാർത്ഥന. ഓരോരോ മോഹങ്ങളെ. അന്നേരം പറഞ്ഞ കർത്താവ്, അപ്പുറത്തുകാർ വീട് വാർക്കുക, ഞങ്ങൾ ലജ്ജിതരാകാതെ ഞങ്ങൾക്ക് മാർക്കാൻ തക്കവണ്ണം അത് വാർത്ത് കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ മോൻ പേർഷ്യയെ പോയപ്പോൾ മേളിൽ 2 മുറി വേണം. അതുകൊണ്ട് നമ്മൾ പിന്നെ കർത്താവ് അവർ മുകളിൽ പണിയുക, ദൈവം അത്ഭുതം ചെയ്യണമേ, ദേശത്ത് ഞങ്ങൾ നിന്നാപാത്രമാകാതെ. അല്ലേ? എത്ര കിട്ടിയിട്ട് മതി വരുന്നില്ല, മോഹമാണ്. അവൻ മേളിലും പണിതു. അന്നേരം പിള്ളേർ മൂത്തവൻ അമേരിക്കയിൽ പോയപ്പോൾ അവർ MC റോഡിൻ്റെ സൈഡിലെ ഒരു വലിയ വീടുമൊക്കെ പണിത്. നമ്മൾ കർത്താവ് സ്തോത്രം, ഞങ്ങൾക്കും ദൈവം അതുപോലെ തന്നെ. എത്ര കിട്ടിയിട്ട് മനുഷ്യന്റെ പ്രകൃതി അതാ, മതി വരുന്നില്ല. ഈ തെള്ളിയിടാനുള്ളതിന്റെ ഒന്നാമത്തെ കാരണം ദുർമോഹം. 2, അവിടെ വായിക്കുന്ന ഒരു പ്രയോഗമുണ്ട്, ജനം കളിപ്പാൻ എഴുന്നേറ്റെന്ന. ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും വരുന്ന
കളിപ്പാൻ എഴുന്നേറ്റു. അത് പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തില തമിഴ് കൊടുത്തേക്കുന്ന വിളയാടാൻ എഴുന്നേറ്റുന്ന കളിപ്പാൻ എഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ ദൈവപ്രമാണത്തിന് നിരക്കാത്ത നിലകളിൽ ഇവരുടെ ഇടയിൽ വീഴ്ചകളുണ്ടായി. അതാ അവിടെ കളിപ്പാൻ എഴുന്നേറ്റെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവരെ മരുഭൂമിയിൽ ദൈവം തെള്ളിക്കിട്ടു. ഈ കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത്. ആവശ്യമില്ലാത്ത മോഹം, ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ചെന്നുള്ള ഇടപെടൽ, അതെല്ലാം ഒഴിഞ്ഞു നിൽക്കുക. മാത്രമല്ല താഴോട്ട് വിഗ്രഹാരാധന തെള്ളിയിടാനുള്ള കാര്യമാണ്. വിഗ്രഹാരാധന ദൈവം വെറുക്കുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് ഇവരെ മരുഭൂമിയിൽ തള്ളിയിട്ടത്. ഒരു സമ്പത്തെയും സ്തൂപത്തെയും ഒന്നിനെ ആരാധിക്കരുത്. ആരാധിക്കുന്നവൻ ദൈവത്തെ ആരാധിക്കണം. അവിടെ ഹോരേബിൽ വെച്ച് നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ. മൃഗത്തിന്റെ ആട്ടെ, മൃഗജാതിയുടെ ആട്ടെ, ഇഴജാതിയാകട്ടെ, പർവ്വജാതിയാകട്ടെ, മനുഷ്യയാകട്ടെ, ഒന്നിന്റെ സാദൃശ്യമോ രൂപമോ സ്തംഭമോ ബിംബമോ കൊത്തി ഉണ്ടാക്കി വാർത്തെടുത്ത് വഷളത്വം പ്രവർത്തിക്കരുതെന്നാണ് ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. സ്തോത്രം. ദൈവം ഏകനാണ്. ദൈവത്തെ മാത്രമേ ഭജിക്കാവൂ, ആരാധിക്കാവൂ. ഇവര് വിഗ്രഹ സേവയിൽ പോയത് കൊണ്ടാണ് ദൈവം ഇവരെ തെള്ളിയിട്ടത്. ഒന്ന് ദുർമോഹം, 2 കളിപ്പാൻ എഴുന്നേറ്റു, 3 വിഗ്രഹ സേവ. ഒരു കാര്യം ഇവിടെ പറഞ്ഞത്, 4 പിറുപിറുപ്പ്. അവിടെ പിറുപിറുപ്പ് ദൈവം വെറുക്കുന്ന പാപങ്ങളിൽ ഒന്നാ പിറുപിറുപ്പ്. ദൈവമക്കൾ പിറുപിറുക്കരുത്. എല്ലാത്തിനും സ്തോത്രം ചെയ്തോണം. ഞാൻ എപ്പോഴും സഭയിലാണെന്നതിലും മിക്കയിടത്തും പറയും, നമുക്ക് കിട്ടാത്തതിന് വേണ്ടി പിറുപിറുക്കരുത്, കിട്ടിയതിനെല്ലാം സ്തോത്രം ചെയ്യണം. അത് ദൈവത്തിന് ഇഷ്ടമാണ്. കിട്ടാത്തത് കാര്യം പറഞ്ഞ് ദൈവമക്കൾ പിറുപിറുക്കരുത്. വീട് കിട്ടിയില്ല, പിറുപിറുക്കണ്ട. വണ്ടി കിട്ടിയില്ല, പിറുപിറുക്കും ഒന്നും വേണ്ട. കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ അമേരിക്കയിലും പേർഷ്യയിലും പോകാൻ അവസരം കിട്ടിയില്ല, പിറുപിറുക്കും ഒന്നും വേണ്ട. ലഭിച്ചതിനെല്ലാം ആദ്യം നന്ദി അർപ്പിക്കുക. കർത്താവേ, തന്ന ആയുസ്സിന് സ്തോത്രം സ്തോത്രം, തന്ന ആരോഗ്യത്തിന് സ്തോത്രം സ്തോത്രം, തന്ന ബലത്തിനായി സ്തോത്രം സ്തോത്രം. വാടകയ്ക്കാന്നേലും വാടക കൊടുക്കണ്ടെങ്കിലും കയറി കിടക്കാൻ ഒരെണ്ണം തന്നതിനായി സ്തോത്രം പറ. അല്പ ക്ഷീണത്തോടൊക്കെ ആണെങ്കിലും ഈ ഹാളിൽ നടന്നു വരുവാൻ, ഇവിടെ വന്നിരിക്കുവാൻ ദൈവം തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം പറ. ഉന്നതന്മാര് ശ്രേഷ്ഠന്മാര് മാറ്റപ്പെട്ടപ്പോൾ ആയുസോട് ആരോഗ്യത്തോട് ഇന്ന് രാത്രിയുടെ വന്നിരിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുവാൻ ദൈവം ചെയ്ത കൃപകൾക്കായി സ്തോത്രം പറ. ദൈവം തന്ന തലമുറയ്ക്കായി സ്തോത്രം പറ. തന്ന ആരോഗ്യത്തിനായി സ്തോത്രം പറ. എല്ലാത്തിനും സ്തോത്രം ചെയ്വീ. തന്ന ശുശ്രൂഷയ്ക്കായി സ്തോത്രം പറ. വേറെ പുസ്തകം വായിക്കാൻ ദൈവം തരുന്ന കൃപയ്ക്കായി സ്തോത്രം പറ. കൈകൾ അടിച്ച് പാട്ട് പാടുവാൻ ദൈവം തരുന്ന കൃപയ്ക്കായി സ്തോത്രം പറ. ആഹാരം കഴിക്കാനും ദിനചര്യകൾ ചെയ്യുവാനും ഒക്കെ ദൈവം തരുന്ന ബലത്തിനായി സ്തോത്രം പറ. ലഭിച്ചതിനെല്ലാം സ്തോത്രം ചെയ്യ. കിട്ടാത്തതിനെ പറ്റി ആവലാതി പറഞ്ഞ് കൂടാരത്തിലിരുന്ന് പിറുപിറുക്കാല്, കിട്ടിയതിനെല്ലാം കൂടാരത്ത് വെച്ച് സ്തോത്രം ചെയ്യണം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്വീ. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ താഴ്ചകൾ നമ്മെ ഓർത്തവൻ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. സകല ജഡത്തിനും ആഹാരം തരുന്നവൻ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുവീ. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവത്തെ മഹത്വപ്പെടുത്ത്, ദൈവത്തെ സ്തുതിക്ക്. കിട്ടാത്തതിനെ പിറുപിറുക്കാതെ, കിട്ടാത്തതിനെ ഓർത്ത് നിരാശപ്പെടാതെ, കിട്ടിയതിനെല്ലാം സ്തോത്രം പറ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ദൈവം ആരും മൗനമായിരിക്കാണ്. ഇന്ന് രാത്രി എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുക്കുക. ലഭിച്ച ആരോഗ്യത്തിനായി, നന്മയ്ക്കായി, ആയുസ്സിനായി, ബലത്തിനായി, ദൈവശക്തിക്കായി, കൃപകൾക്കായി, ഭവനത്തിനായി, തലമുറയ്ക്കായി, അവൻ ദൈവം ചെയ്ത നന്മകൾക്കായി നന്ദിയോടെ സ്തോത്രം പറ. സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് സ്തോത്രം, 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 ദൈവത്തിന് സ്തോത്രം. കരമുയർത്തി ഹല്ലേലൂയ പാടാം. 1, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. 2, കൃപാവരങ്ങളെ പറ്റി അറിവില്ലാത്തവരായി ഇരിക്കരുത്. 3, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ച് തിരുമേശ കൈക്കൊണ്ട് അവൻ ദൈവത്തെ ആരാധിച്ചവരെ മരുഭൂമിയിൽ തെള്ളിയിട്ട കാര്യം അറിവില്ലാതിരിക്കരുത്. ഇതെല്ലാം അറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ ക്രമപ്പെടുത്തി. അതിനാ ഇത് പറഞ്ഞേ. ഇതെല്ലാം അറിയുമ്പോൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ ക്രമീകരിച്ച് ക്രമപ്പെടുത്തി
ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷിയോടെ ജീവിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങണം. യേശു വരാറായി. കാഹളം ധ്വനിക്കും, കണ്ണിമയ്ക്കുന്നിടയിൽ രൂപാന്തരപ്പെടും, മരിച്ചവർ അക്ഷയരായിട്ട് ഉയർക്കും. അതാണ് നമ്മുടെ പ്രത്യാശ. ആ പ്രത്യാശയോടെ ജീവിച്ച് ദൈവത്തിന് സ്തോത്രം കരേറ്റി മുന്നേറുവാൻ ദൈവം ഏവർക്കും കൃപ നൽകട്ടെ. ഇന്ന്